പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയും അതുപോലെ തന്നെ രാഹുവും ഒത്തുവരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് വളരെയധികം ദോഷങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. നിഴൽ ഗ്രഹമായ രാഹുവിൻ്റെയും കർമ്മഫലത്തിൻ്റെ രാജാവായ ശനിയുടെയും സംയോഗം പല വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില രാശിക്കാരുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മാർച്ച് 29-നാണ് ശനിയും രാഹുവും സംയോജിക്കുന്നത്. 2.5 വർഷത്തിന് ശേഷമുള്ള ശനിയുടെ മഹാശനി മാറ്റമാണ് മാർച്ച് 29-ന് സംഭവിക്കുന്നത്. ഇത് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ചില രാശിക്കാർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. ഈ ഗ്രഹസംക്രമത്തിൻ്റെ ഫലമായി പലപ്പോഴും ദോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കൂടുതൽ അപകടകരമായ അവസ്ഥകൾ സൃഷ്ടിച്ചേക്കാം. 5 രാശിക്കാർക്കാണ് ശനി രാഹു സംക്രമണം പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് ആ രാശിക്കാർ എന്നതാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുന്നത്. കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ശനിയുടെയും രാഹുവിൻ്റെയും സംക്രമണം പലവിധത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കണം. അഥവാ അനാവശ്യമായ ചിലവുകൾ വന്നു ചേർന്നാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ എത്തിക്കും. മാത്രവുമല്ല, സാമ്പത്തിക സ്ഥിതി വഷളാകാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. പല കോണിൽ നിന്നും നെഗറ്റീവ് ഫലങ്ങൾ വന്നു ചേരും. എങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് 2 ഗ്രഹങ്ങളുടെയും സംയോഗം പ്രതികൂല ഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്നു. പലപ്പോഴും ബന്ധങ്ങളിൽ വീഴ്ച സംഭവിക്കാം. പ്രണയിക്കുന്നവർക്ക് കൂടുതൽ അപകടകരമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നു. അനാവശ്യമായ സംവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. ഏത് പ്രശ്നത്തെയും ധൈര്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കണം. പ്രശ്നങ്ങൾ ധാരാളം വന്നു ചേരാം. കൂടാതെ ആളുകളുമായി ഇടപഴകുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം. അനാവശ്യ സംസാരം പലപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കും. കുടുംബത്തിൽ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ശനിയും രാഹുവും കൂടി ചേരുന്ന സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കൂടാതെ മകരത്തിൽ ജനിച്ച ആളുകളുടെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണമില്ലാത്തത് പലവിധ രോഗാവസ്ഥകൾ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വന്നു ചേരുന്നതിന് കാരണമാകുന്നു. വ്യായാമം സ്ഥിരമാക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതിയിൽ പ്രതിസന്ധികൾ വർദ്ധിക്കും. ജോലിയിൽ പ്രതിസന്ധികൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം തന്നെ നിങ്ങളെ കൂടുതൽ തളർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തതായി കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് ശനിയും രാഹുവും ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നതിന് കാരണമാകും. കൂടാതെ ധാരാളം തടസ്സങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളും പൊട്ടിത്തെറികളും വർദ്ധിക്കും. സന്തോഷകരമല്ലാത്ത പല സാഹചര്യങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. അനാവശ്യ ആശങ്കകൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടിക്കും. സന്തോഷകരമല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളെ അങ്കലാപ്പിൽ ആക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അടുത്തതായി മീനം രാശിയാണ് അവസാനമായി വരുന്നത്. മീനം രാശിക്കാർക്ക് ശനിയുടെയും രാഹുവിൻ്റെയും ഈ സംക്രമണം സൃഷ്ടിക്കുന്നത് നിസാര ഫലങ്ങളല്ല. ജീവിതത്തിലെ പല കാര്യങ്ങളും പ്രതിസന്ധികളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാം.
കൂടാതെ രോഗാവസ്ഥകൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടേണ്ട അവസ്ഥയും ഉണ്ടാകും. ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. സാമ്പത്തികം ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങളെ എത്തിക്കുക എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ശനിയുടെയും രാഹുവിൻ്റെയും സ്വാധീനത്തിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകും. ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും ഈ 5 രാശിക്കാരെ ഈ ശനി രാഹു മാറ്റത്തിൽ കൂടെ അനുഭവവേദ്യമാകുന്നതാണ്. ആയതിനാൽ തന്നെ ഈശ്വരഭക്തിയും അതുപോലെ തന്നെ ഗ്രഹമാറ്റങ്ങളുടെ സമയത്തുള്ള പരിഹാരക്രിയകളുമൊക്കെ ചെയ്ത് ഈ ദോഷങ്ങളെ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നത് നന്നായിരിക്കും. നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.